KVS എത്ര ഒളിച്ചു വെച്ചാലും സത്യങ്ങൾ പുറത്തു വരും അല്ലേ? ഒരു പക്ഷേ അത് സമയം എടുത്തേക്കാം. ഇപ്പോൾ നോക്കൂ, ഈ ഡീപ് സ്റ്റേറ്റ്, അതുപോലെ സോറോസ്, ഹിൻഡൻബർഗ്, ആ ഒരു അവർക്കിടയിലുള്ളൊരു ബാന്ധവം മാത്രമല്ല, ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഭാരതത്തിന് അകത്ത് നിന്ന് ഈ ദേശവിരുദ്ധ ശക്തികൾക്ക് ലഭിക്കുന്ന പിന്തുണ, അതെല്ലാം ഇപ്പം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല? പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായിട്ടുണ്ട്, കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും രാഹുലിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കുമോ ഒരുപക്ഷേ കോൺഗ്രസ്സിന് മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ, മറ്റ് പോംവഴികൾ ഒന്നും ഇല്ലാതെ ഇപ്പോഴും അദ്ദേഹത്തെ ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കേണ്ടി വരുന്നത്? അല്ല, അനിൽ, ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള ഇപ്പോഴത്തെ കുടുംബം, അവരുടെ ആഗ്രഹവും വിചാരവും തങ്ങൾക്കല്ലാതെ ഇന്ത്യയെ ഭരിക്കാൻ അവകാശം വേറെ ആർക്കുമില്ല എന്നതാണ്. 2014 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് മുതൽ ഈ കോൺഗ്രസും അതിൻ്റെ തലപ്പത്തുള്ള കുടുംബവും സ്വീകരിച്ചു വരുന്ന നിലപാടുകളൊന്ന് പരിശോധിച്ചാൽ ഇതിനുള്ള ഉത്തരമായി. മുമ്പും രാജ്യത്ത് ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വാജ്പേയി സർക്കാർ വന്നു, വാജ്പേയി സർക്കാരിന് ശേഷം മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് വന്നു. അന്നൊക്കെ രാജ്യസഭയിൽ ഈ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടെന്താ? ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾക്കൊപ്പം നീങ്ങാറുണ്ട്, ഗവൺമെൻറ്റിനെ സഹായിക്കാറുണ്ട്. അത് രാജ്യത്തിൻ്റെ ഒരു താല്പര്യം അനുസരിച്ചാണ്. പക്ഷെ മോഡി ഗവൺമെൻറ് വരുമ്പോൾ രാജ്യസഭയിൽ ഈ ഭരണപക്ഷത്തിന് വേണ്ടത്ര ശക്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലോക്സഭയിൽ ബില്ലുകൾ പാസ്സാക്കാനും നിയമനിർമ്മാണങ്ങൾ നടത്താനും ഒക്കെ മോഡി ഗവൺമെൻറ്റിന് സാധിച്ചു. ഇപ്പോൾ രാജ്യസഭയിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഒരു കാര്യവും ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിലപാടെടുക്കുന്ന കോൺഗ്രസിനെയല്ലേ നമ്മൾ കണ്ടത്? അവിടുത്തെ അന്തരീക്ഷം അങ്ങനെയായിരുന്നു. അന്നത്തെ ഉപരാഷ്ട്രപതി പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു. രാജ്യസഭയുടെ വൈസ് ചെയർമാൻ PJ കുര്യൻ, അദ്ദേഹം പിന്നെയും പലപ്പോഴും സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ളൊരു മീഡിയേഷനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ വല്ലാത്ത പിടിവാശി മൂലം പലതും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ രാജ്യം മുന്നോട്ട് പോകരുത് തങ്ങളില്ലെങ്കിൽ എന്നൊരു നിലപാട് കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള കുടുംബം സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ മോഡിക്ക് അതിനെ മറികടക്കാൻ കഴിഞ്ഞു പല വിധേനയും. നമ്മളുടെ ബഡ്ജറ്റുകൾ പാസ്സാക്കി എക്കണോമിയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ മോഡി ഗവൺമെൻറ്റിന് കഴിഞ്ഞു. ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നത്? ലോകത്തെ 5th ലാർജസ്റ്റ് എക്കണോമിയാണ് നമ്മൾ. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ജപ്പാനെ മറികടന്നുകൊണ്ട് ലോകത്തെ 4ാമത്തെ എക്കണോമിയായിട്ട് ഇന്ത്യക്ക് മാറാൻ കഴിയും നരേന്ദ്രമോദിയുടെ കീഴിൽ. ലോകത്തെ 4ാമത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്, വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് നമ്മുടേത്. ഓഹരി വിപണിയാണ് നമ്മുടേത്. നമ്മുടെ സെൻസെക്സ് ഏതാണ്ട് 80,000 പോയിന്റിനടുത്തെത്തിയത് ചരിത്ര സംഭവമാണ്. ഏറ്റവും കൂടുതൽ ലോകത്തിലെ 4ാമത്തെ വിദേശ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അങ്ങനെ എക്കണോമിക് സീനിൽ നമ്മൾ വലിയ 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 മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചപ്പോൾ ഇന്ത്യയെ തകർക്കണം, ഏത് വിധേനയും തകർക്കണം എന്നുള്ള വാശിയുമായിട്ട് ഇറങ്ങിയവരാണ് സോറോസും ഈ ഹിൻഡൻബർഗും, അതിനൊപ്പം ഇന്ത്യയുടെ പ്രതിപക്ഷവും. ഇവിടെ നടന്ന കർഷക സമരം അതിനൊരു ഉദാഹരണമാണ്. സത്യസന്ധമായിട്ട് ചിന്തിച്ചാൽ കർഷകർക്ക് ഗുണകരമാകുന്ന നിലപാടുകളാണ് മോഡി ഗവൺമെൻറ് ഇതുവരെ സ്വീകരിച്ചത്. അവരുടെ തറവല വിചാരിച്ചതിനേക്കാൾ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാർഷിക രംഗത്ത് വലിയ വലിയ കുതിപ്പുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ ഓരോ ദിവസവും ഓരോ സമയത്തും കുഴപ്പമുണ്ടാക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഇത്തരം ശക്തികൾക്ക് പിന്നിൽ പണവും മറ്റെല്ലാ സഹായവുമായിട്ട് പ്രതിപക്ഷമുണ്ടായിരുന്നു. ഈ ഹിൻഡൻബർഗിനെ പോലുള്ള കൂട്ടരുണ്ടായിരുന്നു, സോറോസിനെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയെ തളർത്തുക എന്നത് മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം. വേറൊന്നുകൂടി നമ്മളിവിടെ ഓർമ്മിച്ച് പോകേണ്ടതുണ്ട്. പ്രതിരോധ രംഗത്ത് നമ്മളുണ്ടാക്കിയ വലിയ മുന്നേറ്റം,
നമ്മൾ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ശ്രമിച്ചു. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ആൻ്റണി തന്നെ തമാശയായിട്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ രംഗത്ത് പ്രവർത്തിച്ചിരുന്നവർ പറയാറുണ്ട്, നട്ടും ബോൾട്ടും മേടിക്കാൻ പോലും പൈസ ഉണ്ടായിരുന്നില്ല. നമ്മുടെ സൈനികർക്ക് ആവശ്യമായ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വാങ്ങാൻ കഴിഞ്ഞില്ല, നല്ല ബൂട്ടുകൾ വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് നമ്മൾ നമ്മുടെ പ്രതിരോധ രംഗത്ത് ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി റഫാൽ യുദ്ധവിമാനങ്ങൾ ആവശ്യത്തിന് ഏറെ വാങ്ങിയത്. അതൊരു ഗവൺമെൻറ് ഡീലായിരുന്നു ഫ്രഞ്ച് ഗവൺമെൻറ്റുമായിട്ട്. അതിനെതിരായിട്ട് ഇവരെല്ലാം എന്തെല്ലാം കള്ളപ്രചരണങ്ങൾ നടത്തി, എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ ഇന്ത്യ പുരോഗമിക്കുന്നത്, ഇന്ത്യ ശക്തി ആർജിക്കുന്നത് തടയാൻ വേണ്ടി ഏത് വിധേനയും പോകും. അതിൻ്റെ പിന്നിൽ ചൈന ഉണ്ടായിരുന്നു, പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, ഇത്തരം ഇന്ത്യ വിരുദ്ധ ശക്തികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊപ്പമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷം നീങ്ങിയത് എന്നുള്ള യാഥാർത്ഥ്യം രാജ്യം കണ്ടിട്ടുണ്ട്, ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഈ സമയത്ത് സ്മരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.